ലോകക്രമം അപ്രതീക്ഷിതമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കേവലം പ്രാദേശികമായ തർക്കങ്ങളിൽ നിന്നും മാറി ഒരു ആഗോള ആണവ ഭീഷണിയായി വളരുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളിൽ പ്രതിരോധിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന അതിരുകടന്ന തന്ത്രങ്ങളെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവും പ്രമുഖ അഭിഭാഷകനുമായ ജോൺ ബോൾട്ടന്റെ വെളിപ്പെടുത്തലുകൾ ഈ ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. ജോൺ ബോൾട്ടന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിന്റെ വേഗതയെക്കുറിച്ചുള്ളതാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമേൽ ആക്രമണം നടത്തുന്നത് തൊട്ടു മുമ്പുള്ള 3 ദിവസങ്ങളിൽ ഇറാൻ ഉത്തര കൊറിയയിൽ നിന്നും ഒരു ആണവായുധം കൈക്കലാക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ പ്രക്രിയയുടെ സാങ്കേതിക വശം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഉത്തര കൊറിയൻ സർക്കാരിന് ഒരു പ്രത്യേക വിമാനത്തിൽ ആണവ ഉപകരണം സജ്ജീകരിക്കാനും റഷ്യയുടെ വ്യോമപാതയിലൂടെ അത് തിരിച്ചുവിട്ട് അതീവ രഹസ്യമായി ഇറാനിലേക്ക് എത്തിക്കാനും സാധിക്കും. അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളെ പോലും വെട്ടിച്ചുകൊണ്ട് വെറും 72 മണിക്കൂറിനുള്ളിൽ ഇത് നടപ്പിലാക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുമെന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ പോലും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇറാൻ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആണവ പദവിയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നത് മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ തകർക്കുന്നതാണ്. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധത്തെ വെറും ഒരു ആയുധ കച്ചവടമായി കാണരുതെന്ന് ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് ലോകത്ത് രൂപപ്പെട്ടു വരുന്ന ചൈന റഷ്യ അച്ചുതണ്ടിൽ ഇറാനും ഉത്തര കൊറിയയും 2 വ്യത്യസ്തമായ എന്നാൽ പരസ്പര പൂരകങ്ങളായ ശക്തികളാണ്. ആധുനികമായ ആണവ സാങ്കേതിക വിദ്യയും മിസൈൽ സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയയുടെ പക്കലുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ പതിറ്റാണ്ടുകളായി അതിജീവിച്ച് അവർ ആയുധങ്ങൾ കടത്തുന്നതിൽ വലിയ പരിചയമുണ്ട്. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ സ്ഥാനവും എണ്ണ സമ്പത്തും വലിയൊരു സൈനിക വ്യൂഹവും ഇറാന്റെ പക്കലുണ്ട്. ആണവായുധങ്ങൾ മാറ്റുന്നതിനായി സ്വന്തം വ്യോമപാത വിട്ടു നൽകുന്നതിലൂടെയും സാങ്കേതിക സഹായം നൽകുന്നതിലൂടെയും റഷ്യ ഈ സഖ്യത്തെ സംരക്ഷകരായി മാറുന്നു. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട ഒന്നായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തിന്റെ ആന്തരിക കേന്ദ്രങ്ങൾ തകർത്താലും സഖ്യകക്ഷികളിൽ നിന്ന് ആയുധം വാങ്ങി യുദ്ധം തുടരാൻ ഇറാന് സാധിക്കുമെന്നതാണ് ബോൾട്ടന്റെ വാദത്തിന്റെ സാരം. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേറ്റത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. 56-കാരനായ മുജ്തബ വർഷങ്ങളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിശബ്ദനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പിതാവിന്റെ കടുത്ത നിലപാടുകളെക്കാൾ തീവ്രമായ ആശയങ്ങളാണ് മുജ്തബ പിന്തുടരുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലും പൗരോഹിത്യ മേഖലയിലും ഇദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. മുജ്തബയുടെ നേതൃത്വത്തിൽ ഇറാൻ കൂടുതൽ ആധുനിക ആയുധങ്ങളിലേക്കും ആണവ പരീക്ഷണങ്ങളിലേക്കും നീങ്ങുന്നത് തടയാൻ അമേരിക്കയ്ക്ക് വലിയ പ്രയത്നം നടത്തേണ്ടി വരും. മുജ്തബ അധികാരമേറ്റതിന് പിന്നാലെ വന്ന ബോൾട്ടന്റെ ഈ പ്രസ്താവനകൾ ഇറാന്റെ വരാനിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കൂടിയാണ്. യുദ്ധം തുടരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും പുറത്തേക്ക് അയക്കാൻ അനുവദിക്കില്ലെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ സിംഹഭാഗം നടക്കുന്ന ഹോർമുസ് കടലിടുക്കിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇതിന് മറുപടിയായി അമേരിക്കൻ സൈന്യം 16 ഇറാനിയൻ കപ്പലുകൾ നശിപ്പിച്ചത് സംഘർഷം മൂർച്ഛിപ്പിച്ചു. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ കടൽപാത തടസ്സപ്പെട്ടാൽ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവുണ്ടാവുകയും അത് ആഗോളതലത്തിൽ പട്ടിണിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യും. ചൊവ്വാഴ്ച രാത്രി ദുബായിലും ടെല്ലവീവിലും സൈറണുകൾ മുഴങ്ങിയത് വെറും ഒരു മുന്നറിയിപ്പായിരുന്നില്ല. അബുദാബിയിലെ അൽ ദഫ്ര എയർബേസിലും ബഹ്റൈനിലെ ജുഫൈറിലും പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ മിസൈൽ വിക്ഷേപിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇറാന്റെ നീക്കങ്ങൾ. അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മിസൈൽ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് പിന്നിൽ ശക്തമായ മറ്റൊരു രാജ്യം ഉണ്ടെന്ന് തന്നെയാണ്. ജോൺ ബോൾട്ടനെ പോലെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര നീക്കങ്ങൾക്ക് കാരണമാകും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം തുടർന്നാലും പുറത്തുനിന്ന് ആയുധങ്ങൾ എത്തിച്ച് ഇസ്രയേലിനെയും അമേരിക്കയും പ്രതിരോധിക്കാൻ ഇറാന് സാധിച്ചാൽ അത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയത്തിന്റെ വലിയൊരു പരാജയമായി മാറും. ഉത്തര കൊറിയയുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഇറാൻ ഒരു റെഡിമെയ്ഡ് ആണവായുധം സ്വന്തമാക്കിയാൽ അത് ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കും. ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ തടയാനാവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാൻ ഉത്തര കൊറിയ സഹകരണം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ആണവായുധങ്ങൾക്കായി അവർ നടത്തുന്ന രഹസ്യ നീക്കങ്ങളും ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ജോൺ ബോൾട്ടൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തര കൊറിയയിൽ നിന്നുള്ള ആണവ സഹായം ലഭിച്ചാൽ ഇറാന്റെ പ്രഹരശേഷി 10 മടങ്ങ് വർദ്ധിക്കും. അമേരിക്കയും സഖ്യകക്ഷികളും എത്രത്തോളം ജാഗ്രത പാലിച്ചാലും റഷ്യയുടെയും ചൈനയുടെയും നിശബ്ദ പിന്തുണയുള്ള ഈ പുതിയ അച്ചുതണ്ടിനെ നേരിടുക എന്നത് അത്യധികം ദുഷ്കരമായ ദൗത്യമായിരിക്കും. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലും ഇറാന്റെ വിക്ഷേപണ തറകളിലും നടക്കുന്ന ഓരോ നീക്കവും ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്നവയായിരിക്കും.